കോൺഗ്രസിനെയും ബി ജെ പിയെയും താരതമ്യം ചെയ്ത് പ്രമുഖ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും ബി ജെ പിയുടെ വളരെ പ്രമുഖനായ മുൻ നേതാവുമായിരുന്ന അരുൺ ഷൂറി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിനെയും ബി ജെ പിയെയും താരതമ്യം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുണ്ട്. കോൺഗ്രസും പശുവും കൂടി ചേർന്നാൽ ബി ജെ പി ആയി എന്നാണ് ആ പ്രയോഗം. ഞാനിത് ഇപ്പോഴിവിടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ്റെ കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ്റും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റും ഒരേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ചിത്രം കേരളം ഗൗരവപൂർവം കാണുകയാണ്. രണ്ട് പാർട്ടികളുടെയും സാമ്പത്തിക നിലപാടുകൾ ഒന്നു തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഭരണവർഗം എന്ന നിലയിൽ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ സമീപനങ്ങളിലും നല്ല സാമ്യവും അതുപോലെ തന്നെ ഒരേ ദിശയിലേക്കുള്ള യാത്രയുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വർഗീയമായ നിലപാടുകളാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് പുറത്ത് കൈകാര്യം ചെയ്യുന്നതെങ്കിലും കോർപ്പറേറ്റുകളെ അങ്ങേയറ്റം സഹായിക്കുന്ന, അത് ഇന്ത്യൻ കോർപ്പറേറ്റുകളെ ലോക മുതലാളിത്തത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നയപരമായ അവരുടെ യോജിപ്പ് മൃദു ഹിന്ദുത്വ സമീപനത്തിൻ്റെ ഭാഗമായിട്ടും നമ്മളിപ്പോൾ കാണുകയാണ്. മതനിരപേക്ഷതയെ തന്നെ അങ്ങേയറ്റം തകർക്കാൻ ഉതകുന്ന നിലയിൽ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട് അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സന്ദർഭത്തിലും ശക്തിയായിട്ടുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വന്ദേമാതരം എന്ന കാര്യം നമുക്കറിയാം. ഇന്ന് മാത്രം ചർച്ച ചെയ്യുന്ന ഒന്നല്ല ഇത്. വന്ദേമാതരം യഥാർത്ഥത്തിൽ രചിക്കുന്നത് കോൺഗ്രസ് രൂപം കൊള്ളുന്നതിന് മുമ്പാണ്. 1885 എ യുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആരംഭിക്കുന്നത്. 1875 ഈ ഗാനം യഥാർത്ഥത്തിൽ രചിക്കുന്നത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ സമ്മേളന വേദിയിൽ അത് ഫലപ്രദമായിട്ട് ആലപിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ രവീന്ദ്രനാഥ് ടാഗോറാണ്. അതോടുകൂടിയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടത് മാറിയത്. ആനന്ദമഠം എന്ന നോവലിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടതായിരുന്നു ഈ എഴുതപ്പെട്ട ഗാനം. സ്വാഭാവികമായിട്ടും അതിൽ ആദ്യത്തെ 2 ചരണം ഒഴിച്ച് ബാക്കി ഭാഗങ്ങളിൽ ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണ്. അതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് എപ്പോഴും എന്താ ഈ പ്രശ്നം എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പറയാറില്ല. അത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ളതല്ല. അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് ഭാരതത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേശഭക്തി ഉൾക്കൊള്ളുന്ന കാര്യം. അല്ലാത്ത ഭാഗം RSS അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ഗാന്ധി ഉൾപ്പെടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഭാഗം ചേർക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. അതിപ്പോൾ പൂർണ്ണമായിട്ടും ആലപിക്കണം എന്നാണ് കേരള ഗവൺമെൻറ്റിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഗൗരവമുള്ള പ്രശ്നം. ആ ഉത്തരവിനനുസരിച്ച് മുസ്ലിം ലീഗ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തന്നെ സർക്കുലർ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് മനസ്സിലായിട്ടാണോ എന്ന് എനിക്കറിയില്ല. വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട കാര്യമാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തിന് യോജിക്കാതെ ഒന്നാണ് എന്നുള്ളത് കൊണ്ട് അതിനെ ഈ രീതിയിൽ ദേശീയാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കണ്ട് ബാക്കി ഭാഗം ഒഴിവാക്കിയതാണ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ. പിന്നീട് 1950 ആണ്, അത് 24 യഥാർത്ഥത്തിൽ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ടാണിത്
ഗാനമായിട്ടും അതുപോലെ തന്നെ മറ്റത് ഗീതമായിട്ടും അംഗീകരിക്കുന്നു, ജനഗണമന ഉൾപ്പെടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് യോജിക്കാത്ത ഭാഗങ്ങളതിലുണ്ട് എന്ന് കണ്ടെത്തി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലും റിപ്പബ്ലിക്കിൻ്റെ സന്ദർഭത്തിലും ഒഴിവാക്കപ്പെട്ട ഭാഗം, അല്ലെങ്കിൽ അത് ആ രീതിയിൽ പാടേണ്ടതില്ല എന്ന് പറഞ്ഞ കാര്യം, വന്ദേമാതരം മുഴുവനും പാടണം എന്ന രീതിയിൽ ഇപ്പോഴും സർക്കുലർ കൊടുക്കാനും, ഇപ്പം നമുക്കെല്ലാം അറിയുന്നത് പോലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ചരിത്രവും ഞാൻ വിശദീകരിച്ചു. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം കണ്ടത് സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഞങ്ങളെല്ലാം സ്റ്റേജിലുണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോഴാണ് ആദ്യം സാധാരണ ഇല്ലാതെ ഈ വന്ദേ മാതരം പാടുന്നത്. അത് സംബന്ധിച്ച് പിന്നീട് വി.ഡി. സതീശനോട് ചോദിച്ചു. അതിൻ്റെ വളരെ വ്യക്തമായ തെളിവ് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അപ്പോൾ വി.ഡി. സതീശൻ പറയും, എന്താ ചെയ്യുക, ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു, നിൽക്കുമ്പോഴാണ് ഇത് മുഴുവൻ പാടിയത്, അതിനിടയിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് വി.ഡി. സതീശൻ ചോദിച്ചത്. ആ വി.ഡി. സതീശൻ ഇനിയിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ കേരള ഗവൺമെൻറ് കൃത്യമായിട്ട് രേഖാമൂലം ഓർഡറായിട്ട് പുറത്ത് വിട്ടിരിക്കുകയാണ്. ആ ഓർഡറിനെ പിൻപറ്റി ലീഗ് നേതാവ് താഴത്തേക്ക് സർക്കിൾ കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, BJP ഭരണം കേരളത്തിലില്ല, പക്ഷേ BJPക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് ഈ വി.ഡി. സതീശൻ ഗവൺമെൻറ് എന്ന് ജനങ്ങൾക്ക് പറയാൻ കഴിയും. അതാണ് ചിത്രം. ഇതാണ് ഞാൻ വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം.